പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം വേണമെന്ന CPIയുടെ ആവശ്യത്തിൽ CPIM ദേശീയ നേതൃത്വം കൈയൊഴിഞ്ഞു. CPIയുടെ ആവശ്യം കേരളത്തിൽ തീരുമാനിക്കട്ടെ എന്നാണ് CPIM ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണം. MA ബേബിയാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. പ്രശ്നത്തിൽ ഇടപെടണമെന്ന് CPI ജനറൽ സെക്രട്ടറി ആവശ്യപ്പെട്ടപ്പോഴാണ് MA ബേബി ഈ പ്രതികരണം നടത്തിയത്. 2 തവണയാണ് പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തിൽ D രാജ ഇടപെടൽ ആവശ്യപ്പെട്ടത്. VV അരുൺ ചേരുന്നുണ്ട്. അരുൺ, കേരളത്തിൽ പരിഹരിക്കപ്പെടാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് ദേശീയ നേതൃത്വത്തിലേക്ക് എത്തിയത്. അവിടെയും ഒട്ടും പ്രതീക്ഷ അല്ലെങ്കിൽ ഈ പ്രശ്നം അവസാനിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമല്ലല്ലോ വരുന്നത്. കൂടുതൽ സങ്കീർണമാവുകയാണോ? അതുതന്നെയാണ്. നേരത്തെ PMC വിവാദം വന്നപ്പോൾ ആ പ്രശ്നം അവസാനിപ്പിക്കാൻ ഇടപെട്ടത് CPM-ന്റെ ജനറൽ സെക്രട്ടറി MA ബേബിയാണ്. CPI ജനറൽ സെക്രട്ടറി D രാജയുടെ നിർദ്ദേശപ്രകാരം ബേബി ഇടപെട്ടാണ് പ്രശ്നം പരിഹരിച്ചത്. അതൊരു പരിഹാരമായിരുന്നു ഇവിടെ CPIയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ പ്രതീക്ഷ. അതുകൊണ്ടാണ് MA ബേബിയും രാജയും ഒക്കെ ബിനോയ് വിശ്വം ബന്ധപ്പെട്ടത്. പക്ഷേ ബേബി പൂർണ്ണമായും കൈയൊഴിഞ്ഞു CPI നേതൃത്വത്തെ. കേരളത്തിലെ വിഷയമാണെന്ന് രാജയോട് ബേബി വ്യക്തമാക്കിയത്. കേരളത്തിന് തീരുമാനിക്കേണ്ടതാണ്, ദേശീയ തലത്തിലൊന്നും ചെയ്യാവുന്ന വിഷയമല്ല എന്ന മറുപടിയാണ് MA ബേബി രാജയ്ക്ക് നൽകിയത്. 2 തവണ ഈ വിഷയത്തിൽ D രാജ ബേബിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ടു. ഒരു പ്രാവശ്യം നേരിൽ കണ്ടും പിന്നീട് ഫോണിൽ വിളിച്ചും അദ്ദേഹത്തോട് ഇക്കാര്യം ആവശ്യപ്പെട്ടു. പക്ഷേ 2 തവണയും ഒരേ നിലപാടാണ് ബേബി സ്വീകരിച്ചത്. കേരളത്തിൽ തീരുമാനിക്കട്ടെ എന്നുള്ളതാണ് ആ നിലപാട്. അതോടുകൂടിയാണ് പ്രശ്നം വീണ്ടും സങ്കീർണമാകുന്നത്. കഴിഞ്ഞ ദിവസമടക്കം നമ്മൾ കണ്ടതാണല്ലോ. അതായത് ബിനോയ് വിശ്വം ചർച്ച നടത്തുന്നു, AKG സെന്ററിൽ പോയി ചർച്ച നടത്തുന്നു. അതിനുശേഷം തിരിച്ചു വന്ന അദ്ദേഹം പറഞ്ഞത് ഈ മുന്നണിയുടെ കെട്ടുറപ്പിന് CPI എത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ടോ അത്രയും CPIM നൽകണമെന്നാണ്. പിന്നീട് അദ്ദേഹം പ്രതികരിച്ചത് ഇതിനെല്ലാം ഫോർമുലകൾ ഉണ്ട് എന്നതാണ്. അദ്ദേഹം അതിൽ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുകയും ചെയ്തു. ഇത് ദേശീയ നേതൃത്വത്തിലേക്ക് പോയല്ലോ എന്ന് ചോദിച്ചപ്പോൾ അത് നിങ്ങൾ പറയുന്നതല്ലേ എന്നതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. പക്ഷേ നമ്മൾ പറയുന്നതൊന്നുമല്ല എന്നത് എല്ലാവർക്കും അറിയാം. ഉപനേതൃസ്ഥാനത്തെ ചൊല്ലി കൃത്യമായി തർക്കം നിലനിൽക്കുകയാണ്. അപ്പോൾ ഇത് കേരളത്തിൽ പരിഹരിക്കൂ എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ അതിൽ നിന്ന് പിന്നോട്ട് പോവുക എന്നത് CPIക്കും സാധ്യമല്ല, CPIM-നും സാധ്യമല്ലല്ലോ. അങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയിലേക്കല്ലേ എത്തിയിട്ടുള്ളത്? തീർച്ചയായിട്ടും വലിയ പ്രതിസന്ധിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോവുകയാണ്. കഴിഞ്ഞ ദിവസം ഈ വ്യാഴാഴ്ച നിയമസഭാ സമ്മേളനത്തിൽ റൂൾ 50 നോട്ടീസ് 2 ദിവസം ചൊവ്വയും ബുധനും CPM നേതാക്കളാണ് അവതരിപ്പിച്ചത്. വിലക്കയറ്റവും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ സഭയിൽ വന്നു. സ്ഥലം മാറ്റങ്ങളിൽ ചട്ടവിരുദ്ധമായി കാര്യങ്ങൾ നടക്കുന്നു എന്ന കാര്യമൊക്കെ സഭയിൽ വന്നു. 3 ദിവസത്തേക്കായിരുന്നു ഊഴം. പക്ഷെ അവർ അന്ന് റൂൾ 50 നോട്ടീസ് അവതരിപ്പിച്ചില്ല. അതിന് തുടങ്ങുന്ന വിഷയങ്ങളില്ല എന്ന് പറഞ്ഞാണ് CPI എന്ന് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയത്. പക്ഷേ അതിൽ CPM-ന് കടുത്ത അതൃപ്തിയുണ്ട്. CPIക്ക് ലഭിച്ച ഊഴം അവർ ഏറ്റെടുക്കാത്തത് തന്നെ ഈ കാരണം കൊണ്ടെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഈ ഉപനേതാവ് പദവി തീരുമാനമാകാതെ അതുമായി മുന്നോട്ട് പോകേണ്ടെന്ന് അവരുടെ നിലപാട് കാരണമെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. അങ്ങനെ വന്നാൽ ഇത് സഭയിലെ പ്രവർത്തനത്തെയും കാര്യമായി ബാധിക്കുന്ന തരത്തിലേക്ക് ഈ തർക്കം മാറുകയാണ്. എന്തായാലും തർക്കം അതിനൊരു പരിഹാരത്തിലേക്ക് എത്തിപ്പെടുന്നില്ല. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തെ ചൊല്ലിയാണ് ഇപ്പോൾ CPIM-ഉം CPI-യും തമ്മിൽ തർക്കം നിൽക്കുന്നത്. CPIM ഈ ഉപനേതൃസ്ഥാനം വിട്ടു നൽകാൻ ഒരുക്കമല്ല. അത് CPIM-ൽ നിന്ന് തന്നെ വേണം എന്നുള്ളതാണ്. അതേസമയം CPI ആകട്ടെ ഇനിയെങ്കിലും ഈ പ്രതിപക്ഷ നിരയിൽ, അതായത് തെരഞ്ഞെടുപ്പിലടക്കം വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. ആ തിരിച്ചടിയിൽ ഈ CPIM-ന്റെ ഒരു അപ്രമാദിത്വം മുന്നണിക്കകത്ത് നിലനിൽക്കുന്നു എന്ന വിമർശനം CPI-യിൽ നിന്ന് തന്നെ ഉയർന്ന ഒരു പശ്ചാത്തലത്തിലായിരുന്നു അങ്ങനെ ഒരു പദവി. അത് വലിയ പദവിയല്ല എങ്കിൽ പോലും ആ പദവിയെ ചൊല്ലിയുള്ള തർക്കം മുന്നണിക്കകത്ത് വലിയ പ്രതിസന്ധി നേരത്തെ തന്നെ സൃഷ്ടിച്ചു. അത് ഒട്ടും അയഞ്ഞിട്ടില്ല എന്നതാണ് സാഹചര്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.